ഒരു കൊലപാതകം, പിന്നെയൊരു യുദ്ധം, അതിന്റെ കൂടെ ഇന്റർനെറ്റിൽ കാട്ടുതീ പോലെ പടർന്ന ഒരു നുണയും. ഈ ഔദ്യോഗിക സത്യവും വൈറലായ ഗൂഢാലോചനകളും തമ്മിലുള്ള പോരാട്ടത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു കൊലപാതകം, ഒരു യുദ്ധം, പിന്നെ ഒരു നുണ. ഒറ്റനോട്ടത്തിൽ ഇതിനൊന്നും തമ്മിലൊരു ബന്ധവുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇവയെല്ലാം എങ്ങനെയാണ് പരസ്പരം കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നതെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോകും. അപ്പോൾ ഒരു കൊലപാതകത്തിൽ നിന്നും തുടങ്ങി ഒരു യുദ്ധത്തിലൂടെ കടന്നുപോയി നമ്മളെല്ലാവരെയും ഞെട്ടിച്ച് ഒരു ഗൂഢാലോചനയിലെത്തുന്ന ഈ കഥ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. നമ്മൾ ഈ കഥയുടെ ഓരോ ഭാഗവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ പരിശോധിക്കും. ആദ്യം ചാർലി കിർക്കിന്റെ കൊലപാതകമെന്ന ആ തീപ്പൊരിയിൽ നിന്ന് തുടങ്ങാം. പിന്നെ ഇറാനുമായുള്ള യുദ്ധത്തിലേക്ക് കടക്കും. അതിനുശേഷം വാഷിംഗ്ടണിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു രാജി, അതെങ്ങനെയാണ് എല്ലാം മാറ്റിമറിച്ച ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിലേക്ക് നയിച്ചതെന്നും നോക്കും. അവസാനം ഈ കഥകളുടെയൊക്കെ യുദ്ധത്തിൽ നമുക്ക് എങ്ങനെ ശരിയായ വഴി കണ്ടെത്താമെന്നും ചർച്ച ചെയ്യാം. എല്ലാ വലിയ കഥകൾക്കും ഒരു തുടക്കമുണ്ടാകുമല്ലോ. ഈ കഥ തുടങ്ങുന്നത് ഒരു വെടിയൊച്ചയിൽ നിന്നാണ്. ഇവിടെ വെച്ചാണ് സത്യത്തിനു വേണ്ടിയുള്ള ആദ്യത്തെ പോരാട്ടം തുടങ്ങുന്നത്. ഒരു വശത്ത് ഒരു ഔദ്യോഗിക ഭാഷ്യം, മറുവശത്ത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആയിരക്കണക്കിന് ശബ്ദങ്ങൾ. അപ്പോ കഥ തുടങ്ങുന്നത് യൂട്ടാ വാലി യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ്. അമേരിക്കൻ വലതുപക്ഷത്തെ വളരെ പ്രശസ്തനും അതേസമയം ഒരുപാട് വിവാദങ്ങളിലും പെട്ട ചാർലി കിർക്ക് ഒരു പ്രസംഗത്തിനിടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നു. ഇതിൽ ആർക്കും തർക്കമില്ലാത്ത ഒരേയൊരു കാര്യം ഇത് മാത്രമാണ്. ബാക്കിയെല്ലാം അത് വ്യാഖ്യാനങ്ങളുടെ ഒരു വലിയ യുദ്ധം തന്നെയായിരുന്നു. FBI-യുടെ അന്വേഷണം വളരെ വേഗത്തിലായിരുന്നു. അവർക്ക് DNA തെളിവുകൾ കിട്ടി, നശിപ്പിക്കപ്പെട്ട ഒരു കുറിപ്പും കിട്ടി. ഇതെല്ലാം വിരൽ ചൂണ്ടിയത് ഒരാളിലേക്ക് മാത്രം, ടൈലർ റോബിൻസൺ. അതോടെ കേസ് ക്ലോസ് ചെയ്തു എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അപ്പോ ഇതാണ് നമ്മുടെ കഥയിലെ ഔദ്യോഗിക സത്യം. അപ്പൊ ശരിക്കും കേസ് അവസാനിച്ചോ? അതാണ് ചോദ്യം. ഔദ്യോഗികമായി നോക്കിയാൽ അതെ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ കഥ തുടങ്ങുന്നത് തന്നെ ഇവിടെ നിന്നാണ്. FBI-യുടെ റിപ്പോർട്ട് പുറത്തുവന്ന് അധികം താമസിയാതെ തന്നെ ഇന്റർനെറ്റിൽ പലതരം കഥകൾ പൊങ്ങിവരാൻ തുടങ്ങി. ട്രംപിന്റെ മുൻ ഉപദേശകനായ റോജർ സ്റ്റോൺ പറഞ്ഞു ഇതൊരു പ്രൊഫഷണൽ ഹിറ്റാണെന്ന്. റഷ്യൻ സർക്കാർ മാധ്യമങ്ങൾ പറഞ്ഞത് ഇതിനു പിന്നിൽ അമേരിക്കൻ ഗൂഢാലോചനയാണെന്നാണ്. അധികം വൈകാതെ തന്നെ ഒരൊറ്റ കൊലപാതകം ഒരു ആഗോള വിവരയുദ്ധമായി മാറുകയായിരുന്നു. അമേരിക്കയില് ഈ കഥകളുടെ യുദ്ധം നടക്കുമ്പോൾ തന്നെ ലോകത്തിന്റെ മറ്റൊരു കോണില് ഇതിലും വലിയൊരു പ്രശ്നം പുകയുന്നുണ്ടായിരുന്നു. നമുക്ക് അമേരിക്കയിൽ നിന്ന് നേരെ മിഡിൽ ഈസ്റ്റിലേക്ക് പോവാം. അവിടെ ഒരു യഥാർത്ഥ യുദ്ധം തുടങ്ങിയായിരുന്നു. അതിനുമുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെതായൊരു ഔദ്യോഗിക കഥ. അന്നത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മൾ നമ്മുടെ നിലനിൽപ്പിനു വേണ്ടിയുള്ള ഒരു നിർണായക പോരാട്ടത്തിലാണ്. അതായത് ഇതൊരു വെറും സൈനിക നടപടിയല്ല, ഇസ്രയേലിന്റെ നിലനിൽപ്പിനു വേണ്ടിയുള്ള ജീവൻ മരണ പോരാട്ടമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ആ ഒരു പ്രസ്താവന യുദ്ധത്തിന് വലിയൊരു ഇമോഷണൽ ടച്ച് തന്നെ കൊടുത്തു. ഇസ്രായേൽ മുന്നോട്ടുവെച്ച ലക്ഷ്യങ്ങൾ കേട്ടാൽ തന്നെ അറിയാം, സംഭവം അത്ര ചെറുതായിരുന്നില്ല. ഒന്നാമതായി ഇറാന്റെ ആണവ പദ്ധതി തകർക്കണം. രണ്ടാമത് അവരുടെ ഭീകരവാദ ശൃംഖലകളെ ഇല്ലാതാക്കണം. പിന്നെ ആ മേഖലയിലെ പവർ ബാലൻസ് തന്നെ മാറ്റിയെഴുതണം. ചുരുക്കിപ്പറഞ്ഞാൽ ഇത് രാജ്യത്തിന്റെ നിലനിൽപ്പിനു വേണ്ടിയുള്ള ഒരു പ്രതിരോധ യുദ്ധമാണെന്നായിരുന്നു അവരുടെ ഔദ്യോഗിക ഭാഷ്യം. പക്ഷേ ഈ ഔദ്യോഗിക കഥയ്ക്ക് വലിയൊരു തിരിച്ചടി കിട്ടി. അതും എവിടെ നിന്നാണെന്നോ? അമേരിക്കൻ ഗവൺമെന്റിന്റെ ഉള്ളിൽ നിന്ന് തന്നെ. അതായത് ഈ ആരോപണം ഉന്നയിച്ചത് പുറത്തുള്ള ഏതെങ്കിലും വിമർശകനൊന്നുമല്ല, മറിച്ച് അമേരിക്കയുടെ നാഷണൽ കൗണ്ടർ ടെററിസം സെന്ററിന്റെ ഡയറക്ടറായിരുന്ന ജോ കെന്റ് തന്നെയായിരുന്നു. സ്വന്തം ഗവൺമെന്റിനെതിരെ ഇത്രയും ഉയർന്നൊരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചപ്പോൾ അത് ആ ഔദ്യോഗിക കഥയുടെ അടിത്തറ തന്നെ ഇളക്കി. അപ്പൊ നമ്മുടെ കയ്യിലിപ്പോ രണ്ട് വ്യത്യസ്ത കഥകളുണ്ടല്ലേ. ഒരു വശത്ത് നിലനിൽപ്പിനു വേണ്ടി പോരാടുന്ന ഒരു രാജ്യത്തിന്റെ കഥ, മറുവശത്ത് സ്വന്തം താൽപ്പര്യങ്ങൾക്കു വേണ്ടി ഒരു യുദ്ധം തന്നെ ഉണ്ടാക്കിയെടുത്തു എന്ന ഗുരുതരമായ ആരോപണം. ഇത് രണ്ടും ഒരിക്കലും ഒരുമിച്ചു പോകില്ല. ഇങ്ങനെ രണ്ട് വിരുദ്ധമായ സത്യങ്ങൾ തമ്മിൽ പോരടിക്കുമ്പോൾ അതിനിടയിൽ ഒരു വലിയ വിടവുണ്ടാകും. ആ വിടവിലേക്ക് എന്തും കടന്നുവരാം. ഇവിടെയാണ് നമ്മുടെ കഥയിലെ ഏറ്റവും വിചിത്രമായ, യാഥാർത്ഥ്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ഗൂഢാലോചനാ സിദ്ധാന്തം കടന്നുവരുന്നത്. ഇതിനെയാണ് നെതന്യാഹു ഗൂഢാലോചന എന്ന് പറയുന്നത്. തിയറി വളരെ സിമ്പിളാണ്. ശരിക്കുള്ള നെതന്യാഹു ഒരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇപ്പോ നമ്മൾ കാണുന്നത് ഒന്നുകിൽ ഒരു AI ഡീപ്ഫേക്കാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അപരനാണ്. ഇത് കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം, അല്ലേ? പക്ഷേ ഔദ്യോഗിക കഥകളിൽ വിശ്വാസം നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതായിരുന്നു പുതിയ സത്യം.
ഈ നുണ എങ്ങനെയാണ് പടർന്നതെന്നോ? അതൊരു ഡിജിറ്റൽ ഓപ്പറേഷൻ പോലെയായിരുന്നു. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ബോട്ട് നെറ്റ്വർക്കുകൾ AI വെച്ച് ഉണ്ടാക്കിയ ഫേക്ക് വീഡിയോകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ സ്റ്റെപ്പ്, ആയിരക്കണക്കിന് ഫേക്ക് അക്കൗണ്ടുകൾ ഈ വീഡിയോകൾ ഷെയർ ചെയ്ത് വൈറലാക്കി. അവസാനം സാധാരണക്കാരായ ആളുകൾ ഈ തെളിവുകളെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങിയതോടെ ആ നുണയ്ക്ക് അതിന്റേതായ ഒരു ജീവൻ കിട്ടി. തീർച്ചയായും ഇസ്രയേൽ ഗവൺമെന്റ് ഇതെല്ലാം തള്ളിക്കളഞ്ഞു. നെതന്യാഹു ജീവനോടെയുണ്ടെന്ന് അവർ പലതവണ പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. സത്യം അതിന്റെ ഷൂസ് ഇടാൻ തുടങ്ങുമ്പോഴേക്കും നുണ ലോകം മുഴുവൻ ഒരു വട്ടം കറങ്ങി വന്നിരുന്നു. അപ്പോ ഇനി നമുക്ക് ഈ പല കഷ്ണങ്ങളായി കിടക്കുന്ന കഥയൊന്ന് ഒരുമിച്ച് ചേർത്തു നോക്കാം. അതായത് ചാർലി കിർക്കിന്റെ കൊലപാതകവും ഇറാനുമായുള്ള യുദ്ധവും തമ്മിൽ എങ്ങനെയാണ് ഇത്ര അപകടകരമായ രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. ജോ കെന്റിന്റെ ആ രാജി ശരിക്കും അപകടകരമായിരുന്നു. കാരണം അതിന് ഒരു വിസിൽ ബ്ലോവർ പരിവേഷം കിട്ടി. ഗവൺമെന്റിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരാൾ വന്നിട്ട് അവർ നുണ പറയുകയാണ് എന്ന് പറയുമ്പോൾ ആളുകൾ സ്വാഭാവികമായും മറ്റു ഗൂഢാലോചനകളെയും വിശ്വസിക്കാൻ തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ ജോ കെൻറിന്റെ വാക്കുകൾ രണ്ട് സംഭവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം പോലെയായി. ഒരു വശത്ത് അദ്ദേഹം പറയുന്നു കിർക്കിന്റെ കൊലപാതകത്തിൽ ഒരു വിദേശ ബന്ധമുണ്ടെന്ന്, മറുവശത്ത് ഇറാനുമായുള്ള യുദ്ധം ഇസ്രയേലും മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്നും. ഈ രണ്ട് ആരോപണങ്ങളും ഒരുമിച്ചു വന്നപ്പോൾ അത് ഗവൺമെന്റിനെതിരെയുള്ള മറ്റെല്ലാ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾക്കും വലിയൊരു ബലമായി മാറി. അപ്പോ ഈ സങ്കീർണമായ കഥയിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? ഇത് വെറുമൊരു ഗൂഢാലോചനയുടെ കഥ മാത്രമല്ല, മറിച്ച് ഇന്നത്തെ ഈ ലോകത്ത് സത്യം എങ്ങനെ കണ്ടെത്താം എന്നതിലേക്കുള്ള ഒരു വഴികാട്ടി കൂടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യാം. വസ്തുത എന്താണ്? നെതന്യാഹു ജീവനോടെയുണ്ട്. വീഡിയോയിൽ കണ്ട ആ 6 വിരലുകൾ ഒരു ടെക്നിക്കൽ എററായിരുന്നു. ഈ നുണ പ്രചരിപ്പിച്ചത് ഒരു കോർഡിനേറ്റഡ് ഓപ്പറേഷനായിരുന്നു. ജോ കെന്റിന്റെ രാജി ഈ നുണയ്ക്ക് കൂടുതൽ വിശ്വാസ്യത നൽകി. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത് കിട്ടിയാലും ഫാക്ട് ചെക്ക് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് നമ്മളെല്ലാവരും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതുതന്നെയാണ്. ശരിയും തെറ്റും സത്യവും നുണയും തമ്മിലുള്ള ആ ഒരു അതിർവരമ്പ് മാഞ്ഞുപോവുകയാണ്. അതുകൊണ്ട് എന്ത് കാണുമ്പോഴും അതിനെ വിമർശനാത്മകമായി ചിന്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഈയൊരു ചോദ്യത്തോടെ നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം. സത്യവും കെട്ടുകഥയും ഒരുപോലെ തോന്നുന്ന ഒരു കാലത്ത് നമ്മൾ എന്ത് വിശ്വസിക്കണമെന്ന് എങ്ങനെ തീരുമാനിക്കും? അടുത്ത തവണ നിങ്ങളൊരു വാർത്ത വായിക്കുമ്പോഴോ ഒരു വീഡിയോ ഷെയർ ചെയ്യുമ്പോഴോ ഒരു നിമിഷം ആലോചിക്കുക. നിങ്ങൾ കാണുന്നത് സത്യമാണോ, അതോ നിങ്ങൾ അറിയാതെ ഒരു വലിയ വിവരയുദ്ധത്തിലെ ഒരു പടയാളിയാവുകയാണോ?